അള്ളാഹുവിൻ്റെ മഹാന്മാർ അവർ റബ്ബുമായുള്ള മുനാജാത്തിലിരിക്കുന്ന സമയം, ഖൽവത്തിലിരിക്കുന്ന സമയത്ത് നാം അവരെ പോയി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ചിലപ്പോഴുണ്ട് അവർ ഒരു മസ്തിലിരിക്കുന്ന സമയത്ത് ചില ആളുകൾ വന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഒരിക്കലും അത് പാടില്ലാത്തതാണ്. കാരണം റബ്ബുമായിട്ടുള്ള മുനാജാത്തിൽ അവർക്ക് ഒരു വിഷമം നേരിടുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവരെന്തെങ്കിലും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറിക്കുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ തന്നെ അത് ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുരുത്തും പൊരുത്തുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ബഗ്ദാദുകാരനായ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അബ്ദാലിങ്ങളിൽപ്പെട്ട ആളാണെന്ന് പിൽക്കാല ആരിഫ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം സിറിയയിൽ നിന്ന് നടന്നുപോയി 40ഓളം ഹജ്ജുകൾ ചെയ്തിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ്. ഈ മഹത്വത്തിന് കാരണമാകുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നല്ലേ പറയാം. നമ്മുടെ കഥാപുരുഷൻ ഒരിക്കൽ മഹാനായ സിരിയസുത്തി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. ആ സമയത്ത് മഹാനവറുകൾ ഖൽവത്തിലിരിക്കുകയാണ്, റബ്ബുമായിട്ടുള്ള മുനാജാത്തിൽ വാതിലൊക്കെ അടച്ച് റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന സമയമാണ്. അങ്ങനെ ആരും പോയി മുട്ടാറില്ല. നമ്മുടെ ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് കുറേ കാശ് നോക്കി. അവസാനം മൂപ്പര് മഹാനവറുകൾ വാതിലിൽ മുട്ടിയ സമയത്ത് മഹാനായ സിരിയസുത്തി റളിയല്ലാഹു അൻഹു അതൊരു പൊറുതികേടായി. കാരണം റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്തിലാണ്. ആ സമയത്ത് ഒരു വിഷമം വന്ന സമയത്ത് മഹാനവറുകൾ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, എന്നെ എൻഗേജിലാക്കാൻ വന്ന ആളെ നീയുമായിട്ട് എൻഗേജിലാക്കി മാറ്റണേ അല്ലാഹ്. നമ്മളടക്കണമെങ്കിൽ ശപിച്ചിട്ടല്ല ദുആ ചെയ്യുക. മഹാനവറുകൾ നേരെ ഓപ്പോസിറ്റ്, റബ്ബേ നീയുമായിട്ട് എൻഗേജിലാക്കി മാറ്റണേ അല്ലാഹ്. ആ ദുആ കുറിക്കൊണ്ടു. പിന്നീട് ഷെയ്ഖ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. അദ്ദേഹം റബ്ബുമായിട്ട് വല്ലാതെ എൻഗേജിലായി. അതാണ് പറഞ്ഞത്, മഹാന്മാർ അവരെ നാം ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പോൾ അവർ നല്ലതിനായിരിക്കാം, ചിലപ്പോൾ അവർ ദേഷ്യം പിടിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മളെ കുറിക്കൊണ്ട് നമ്മളെ ജീവിതം തന്നെ ഇല്ലാതാവും. അള്ളാഹുവുമായിട്ട് അവർ ലയിച്ചു കളഞ്ഞു അല്ലേ. അവർക്ക് റബ്ബ് കഴിഞ്ഞാലേ മറ്റൊന്നുള്ളൂ എന്നല്ല, റബ്ബ് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല അവർക്ക്. അതാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് മഹാന്മാരുടെ പ്രവർത്തനങ്ങളിലോ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്ന വല്ല കാര്യങ്ങളിലോ നമ്മൾ ഏർപ്പെടാതിരിക്കുക. മഹാന്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം റബ്ബ് ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാലും, റബ്ബ് മുസബ്ബിബുൽ അസ്ബാബാണല്ലോ അല്ലാഹു. റബ്ബ് ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാലും കേടുവരുത്താൻ ഉദ്ദേശിച്ചാലും ചിലപ്പോൾ ഒരു മഹാൻ്റെ അടുക്കിലേക്ക് എത്തിക്കും. എന്തിനാന്ന് വെച്ചാൽ ആ മഹാനുമായിട്ട് നന്നാക്കാൻ ഉദ്ദേശിക്കാൻ ആ മഹാൻ്റെ അടുത്ത് തീരെ നന്നായി പോകും. അതല്ല ഒരാളെ കേടുവരുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഒരാളെ നശിപ്പിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനെന്താക്കും, ഏതെങ്കിലും ഒരു മഹാൻ്റെ അടുക്കിലേക്ക് എത്തിക്കും. എന്നിട്ട് ആ മഹാൻ്റെ കുരുത്തക്കേട് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കും. എന്നിട്ട് അതാണല്ലോ റബ്ബ് മുസബ്ബിബുൽ അസ്ബാബാണെന്ന് പറഞ്ഞില്ലേ. അപ്പം എന്താകും, അവൻ്റെ ജീവിതം എന്താകുമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കുരുത്തും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ നമുക്ക് വേണ്ടപ്പെട്ടിരുന്ന അല്ലാഹു ഉൾപ്പെടുത്തി മാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.